വണ്ടി ഒന്ന് ബ്രേക്ക് ഡൗൺ ആയി പിന്നെ ടൗണിൽ വരുമെന്ന് അർത്ഥം. അപ്പോൾ എന്താ കയറിക്കോ. ഭായി എന്താ ഹെൽമെറ്റ് വെക്കാത്തത്? ഞാനിവിടെ ടൗണ് വരല്ലേ ഉള്ളൂ. ഹെൽമെറ്റ് എടുക്കാറില്ല തന്നെ. എന്നാലും ഭായി ഹെൽമെറ്റ് വെച്ചൂടെ? ഞാനൊക്കെ എപ്പോഴും കയ്യിൽ കരുത് ഹെൽമെറ്റ്. ഭായി സൈഡാക്കില്ല ഒന്ന് ഹെൽമെറ്റ്. ദൂരയാത്ര പോകുന്നു. അല്ല എന്നാലും ഹെൽമെറ്റ് വെച്ചേക്കും. ഞാൻ വലിയ ദൂരയാത്രക്കൊക്കെ പോകുമ്പോഴേ ഹെൽമെറ്റ് ഉപയോഗിക്കാറുള്ളൂ. അതെ. ഭായി റൈഡൊക്കെ പോകാറുണ്ടോ? റൈഡൊന്നും പോകാറില്ല. ദൂരയാത്ര എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അതെ. അടുത്ത ആഴ്ച ഞങ്ങളൊരു യാത്ര പോകുന്നുണ്ട്. എന്താ പോരുന്നോ? ഞാനും ദൂരയാത്രയൊക്കെ ഇഷ്ടപ്പെടുന്ന ആളാണ്. പക്ഷെ ഇപ്പോൾ പഴയ പോലത്തെ കമ്പനിക്കാരൊന്നും ഇപ്പോൾ ഇല്ല. എന്നാ താനും കൂടെ പോര്. എന്നാ ഞാനും ഓക്കെയാണ്. ഈ ഹെൽമെറ്റ് ഉണ്ടായ ഭയങ്കര ഒരു അസ്വസ്ഥതയാണ്. കിടന്നോട്ടെ ഭായി, നമ്മുടെ ജീവന്റെ സുരക്ഷയ്ക്ക് തന്നെയല്ലേ. നിന്റെ വീട് എവിടെയാ? എൻ്റെ വീട് ടൗണിൻ്റെ അടുത്താ. ഞാൻ ഡ്രോപ്പ് ചെയ്യണോ? ഡ്രോപ്പ് ചെയ്താൽ വലിയ ഉപകാരമായി. കടയിൽ നിന്ന് 1-2 സാധനങ്ങൾ ഓർഡർ ചെയ്യാനുണ്ട്. എന്താ നേരം വൈകുമോ? ഏയ് ഒരു സെക്കൻഡ് ഇപ്പോൾ വരാം. നാളെ പരിപാടി? നാളെ പ്രത്യേകിച്ച് പരിപാടി ഒന്നുമില്ല തന്നെ. നാളെ നമുക്കൊന്ന് കറങ്ങിയാലോ? ഇന്നെന്താ? നാളെ നമ്മളെ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് പരിചയപ്പെടും ചെയ്യാം. പിന്നെ നിനക്ക് നാളെ വണ്ടി എടുത്തിട്ട് വരും ചെയ്യാലോ. വണ്ടിയിൽ കയറി പോവാലോ. ഓക്കെ, പിന്നെ നാളെ കാണാം നമുക്ക്. അല്ലേ ഹെൽമെറ്റ് അവിടെ വെച്ചേക്കും. നാളെ നമുക്ക് എടുക്കാം. മോനെന്താ ഇവിടെ? ഈ വീട്ടിലെ പയ്യൻ. അവൻ മരിച്ചിട്ട് 2 വർഷമായി. അവിടെ ഇപ്പം ആരുമില്ല, അടച്ചിട്ടിരിക്കുക. അവനെ ഞാൻ ഇന്നലെയും കൂടി കൊണ്ടുവിട്ടതാണല്ലോ ഇവിടെ. ഇതിപ്പോ ഇവിടെ സ്ഥിരം പതിവാ. നിന്റെ പ്രായമുള്ളവർ പലരും ഇവിടെ വരും, ഒരു ഹെൽമെറ്റും കയ്യിൽ തട്ടിയുണ്ട്. അവന്റെ അച്ഛനും അമ്മയ്ക്കും അവൻ ഏക മകനായിരുന്നു. അവനിലായിരുന്നു എല്ലാ പ്രതീക്ഷയും. ബൈക്ക് കൊണ്ട് അവൻ കാണിക്കാത്ത കളികളൊന്നുമില്ല. ചോദിച്ചാൽ പറയും വലിയ കൺട്രോളാണ്. അവന് കൺട്രോൾ ഉണ്ടായിരിക്കും, പക്ഷെ എതിരെ വരുന്ന വാഹനങ്ങൾക്ക് കൺട്രോൾ വേണ്ടേ? അതൊന്നും അവൻ ചിന്തിക്കാറില്ല. അങ്ങനെയായിരിക്കും ഒരു ദിവസം ആക്സിഡന്റിൽ അവൻ മരണപ്പെട്ടു. എല്ലാം നഷ്ടപ്പെട്ട അവന്റെ മാതാപിതാക്കൾ ആത്മഹത്യ ചെയ്തെന്നോ അറ്റാക്കായെന്നോ എന്തൊക്കെയോ ജനങ്ങൾ പറയുന്നു കേട്ടു. പിന്നെ നിന്റെ പ്രായമുള്ളവർ ഇവിടെ വരും, അവന്റെ മായാക്കാഴ്ചകൾ കണ്ട് തിരിച്ചു പോകും.
മോൻ പേടിക്കൊന്നും വേണ്ട. ഹെൽമെറ്റ് ഉണ്ടായിരുന്നെങ്കിൽ അവൻ രക്ഷപ്പെടുമായിരുന്നു എന്നാണ് എല്ലാവരും പറയുന്നത്. അതുകൊണ്ടാണല്ലോ മോനൊക്കെ ഇവിടെ വരുമ്പോ ഒരു ഹെൽമെറ്റുമായി വരുന്നത്.